മലയാള സിനിമയിലെ ജനപ്രിയ താരം ആസിഫ് അലിയുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന അതിരൂക്ഷമായ വ്യാജ പ്രചരണങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. താരത്തിന്റെ ഒരു പഴയ അഭിമുഖത്തിലെ ചിത്രങ്ങൾ വക്രീകരിച്ച് വർഗീയവും രാഷ്ട്രീയപരമായ പരാമർശങ്ങൾ കൂട്ടിച്ചേർത്താണ് സൈബറിടങ്ങളിൽ പോസ്റ്ററുകൾ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ഈ സൈബർ ആക്രമണങ്ങൾക്ക് മുന്നിൽ നിശബ്ദനായിരിക്കാൻ ആസിഫ് അലി തയ്യാറല്ല. തെറ്റായ അഭിപ്രായങ്ങൾ പ്രചരിപ്പിക്കാൻ അത് മറ്റൊരാളുടെ പേരിൽ കെട്ടിവെക്കുന്നതും നിയമപരമായി കുറ്റകരവും അങ്ങേയറ്റം ലജ്ജാകരവുമാണെന്ന് താരം തുറന്നടിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആസിഫ് അലിയുടെ ചിത്രത്തോടൊപ്പം തന്നെ ചില വാചകങ്ങൾ ചേർത്തുവെച്ച പോസ്റ്ററുകൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. രാഷ്ട്രീയമായ ചേരിതിരിവ് ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു ഈ കുറിപ്പുകൾ. ഇത്തവണ കൂടി UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ മുസ്ലിം ലീഗ് ഇല്ലാതാകും. സംഘപരിവാർ എന്താണ് മുസ്ലിങ്ങളോട് ചെയ്തതെന്ന് തന്റെ ബിടെക് എന്ന സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ആസിഫ് അലിയുടെ പേരിൽ പ്രചരിച്ച പ്രധാന വ്യാജ വാചകം. ഈ പോസ്റ്ററുകൾക്ക് പിന്നാലെ താരത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന കമന്റുകളും പോസ്റ്റുകളും പ്രത്യക്ഷപ്പെട്ടു. മട്ടാഞ്ചേരി കള്ളപ്പണ മാഫിയ പടങ്ങളിൽ അഭിനയിക്കുന്ന മുസ്ലിം എന്നിങ്ങനെയുള്ള കടുത്ത വർഗീയ പരാമർശങ്ങളാണ് താരത്തിനെതിരെ ഉന്നയിക്കപ്പെട്ടത്. തന്റെ പേരിൽ നടക്കുന്ന സംഘടിത പ്രചരണം ശ്രദ്ധയിൽപ്പെട്ടതോടെ ആസിഫ് അലി നേരിട്ട് രംഗത്തെത്തുകയായിരുന്നു. തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെയാണ് അദ്ദേഹം ഇതിനെതിരെ പ്രതികരിച്ചത്. തെറ്റായ അഭിപ്രായങ്ങൾ പ്രചരിപ്പിക്കാൻ അത് മറ്റൊരാളുടെ പേരിൽ കെട്ടിവെക്കുന്നത് നിയമപരമായി കുറ്റകരവും അങ്ങേയറ്റം ലജ്ജാകരവുമാണ്. തന്റെ പേരിൽ പ്രചരിപ്പിക്കുന്ന കുറിപ്പ് പൂർണ്ണമായും വ്യാജമാണെന്നും രാഷ്ട്രീയ ലാഭങ്ങൾക്കായി തന്റെ ചിത്രം ഉപയോഗിക്കുന്നത് അനുവദിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന സൂചനയും താരം നൽകിയിട്ടുണ്ട്. സിനിമയും വ്യക്തിജീവിതവും തമ്മിൽ ബന്ധമില്ലാത്ത കാര്യങ്ങളിൽ പോലും തന്നെ വലിച്ചിഴയ്ക്കുന്നതിലെ അമർഷം താരത്തിന്റെ വാക്കുകളിൽ വ്യക്തമായിരുന്നു. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിലെ ദൃശ്യങ്ങളാണ് വ്യാജ പോസ്റ്റർ നിർമ്മിക്കാൻ സൈബർ സംഘം ഉപയോഗിച്ചത്. എന്നാൽ ഈ അഭിമുഖത്തിൽ അദ്ദേഹം സംസാരിച്ചത് തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങളായിരുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു സർക്കാർ വരണമെന്നാണ് ഏതൊരു പൗരനെ പോലെ ഞാനും ആഗ്രഹിക്കുന്നത്. വോട്ട് ചെയ്യുമ്പോൾ സ്ഥാനാർത്ഥിയുടെ കഴിവും വ്യക്തിത്വവുമാണ് നോക്കേണ്ടത്. ഇത്രയും ലളിതവും വ്യക്തവുമായ ഒരു മറുപടിയെയാണ് വർഗീയ പരാമർശങ്ങളാക്കി മാറ്റി ചിലർ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത്. താരത്തിന്റെ വാക്കുകളെ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി രാഷ്ട്രീയ ആയുധമാക്കുകയായിരുന്നു ഇവിടെ. സിനിമാ താരങ്ങൾക്കും പൊതുപ്രവർത്തകർക്കും നേരെ ഇത്തരം സൈബർ ആക്രമണങ്ങൾ പതിവാവുകയാണ്. ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ആസിഫ് അലി തയ്യാറായത് വലിയൊരു മാറ്റത്തിന്റെ തുടക്കമെന്ന് കരുതാം. ഒരാൾ പറയാത്ത കാര്യങ്ങൾ അയാളുടെ ചിത്രത്തോടൊപ്പം ചേർത്ത് പ്രചരിക്കുന്നത് IT നിയമപ്രകാരം വലിയ കുറ്റമാണ്. സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നും വിവരങ്ങളുടെ സത്യാവസ്ഥ പരിശോധിക്കണമെന്നും ഈ സംഭവം നമ്മെ ഓർപ്പിക്കുന്നു. ആസിഫ് അലിയെ ലക്ഷ്യം വെച്ചുള്ള ഈ നീക്കത്തിനെതിരെ ചലച്ചിത്ര ലോകത്തു നിന്നും വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. സിനിമയെയും താരങ്ങളെയും വർഗീയമായി വേർതിരിക്കാനുള്ള ശ്രമം അനുവദിക്കില്ലെന്ന് പല സഹപ്രവർത്തകരും വ്യക്തമാക്കിയിട്ടുണ്ട്. ആസിഫ് അലി തന്റെ സിനിമകളിലൂടെ എപ്പോഴും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് മതനിരപേക്ഷതയും മനുഷ്യത്വവുമാണെന്ന് ആരാധകരും ചൂണ്ടിക്കാട്ടുന്നു. വ്യാജവാർത്തകൾ കാട്ടുതീ പോലെ പടരുന്ന ഈ കാലത്ത് സത്യാവസ്ഥ വിളിച്ചു പറയാൻ കാണിച്ച ആസിഫ് അലിയുടെ ധൈര്യം അഭിനന്ദനാർഹമാണ്. രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി കലാകാരന്മാരെ ബലിയാടാക്കുന്ന പ്രവണതയ്ക്ക് അറുതി വരുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇത്തരം പ്രചരണങ്ങളിൽ വീഴാതെ സത്യം തിരിച്ചറിയാൻ പ്രേക്ഷകർക്കും സാധിക്കട്ടെ.